ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, ദൈവം തരുന്ന സാഹചര്യങ്ങളെല്ലാം നാം സന്തോഷിക്കണം. ജഡത്തിലുള്ള ഉല്ലാസമല്ല ഞാൻ പറയുന്നു, ജഡത്തിലുള്ളൊരു പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നു. ദൈവ മക്കൾക്ക് ജന്മദിനം പ്രാർത്ഥിക്കാം. അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റില്ല. അതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് കുഴപ്പമില്ല, ഗിഫ്റ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊന്നും വേദപുസ്തകം വിലക്കിയിട്ടില്ല. മനുഷ്യനാണ് ഇതിനെയെല്ലാം വിലക്കുന്നത്. ദൈവം പറഞ്ഞതൊന്നുമല്ല ദൈവജനം മാറ്റിയത്. ആകയാൽ അസൂയ, പിണക്കം, ദ്വന്ദ്വപക്ഷം, കലഹം, വഴക്ക്, വ്യഭിചാരം നമ്മുടെ ഹൃദയത്തിലകത്തുള്ള സംഭവം മാറ്റണം. അത് കർത്താവിൻ്റെ വരവ് വരെ പരിശുദ്ധാത്മാവിൽ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പണിയപ്പെടത്തുള്ളൂ. അനുദിന ജീവിതത്തിൽ ആത്മാവോട് പോരാടുന്ന ജഡമേഹങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരട്ടെ. ദൈവമക്കൾക്ക് ആഘോഷമെന്ന് പറയാം. പൗലോസ് ട്രയംഫ് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന. ജയോത്സവം എന്ന് പറയുമ്പോൾ ആ വേർഡ് ഞാൻ പറയാം, ഒരു ഇൻഡിവിജ്വൽ അല്ല ജയോത്സവം. ശ്രദ്ധിക്കണം, പേഴ്സണലുള്ളൊരു ജോയി അല്ല. ഗ്രീക്ക് വേർഡിൽ ട്രയംഫ് എന്ന് പറഞ്ഞ കൂട്ടായ ഒരു ജയോത്സവം, ഒരു സന്തോഷമാണ്. ദൈവമക്കൾക്ക് ജന്മദിനം എന്തിനാ? അവിടെ നന്ദിയാണ്. 103 സങ്കീർത്തനം പറയുന്ന എന്താണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്ക. ഡു നോട്ട് ഫോർഗെറ്റ് ഹിസ് ബെനിഫിറ്റ്സ്. എന്തുവാ? ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. താൻ തന്നോട് തന്നെ പറയുക. വേറെ ആളോട് നമുക്ക് പറയാൻ എളുപ്പമാണ്. ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. തന്നോട് തന്നെ പറയുക, എൻ മനമേ, എൻ്റെ ഉള്ളമേ, നീ ദൈവത്തെ സ്തുതിക്കുക. എന്തിനാ? ദൈവം നിന്നെ നടത്തി. നന്ദിയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് താങ്ക്സ് ഗിവിങ്. അതാണ് ഏറ്റവും വലുത്. നമ്മൾ വിളിച്ച് പറയുകയാണ്. അതിനകത്തെ ദ്വയാർത്ഥം ഇതാണ്. അതിന്റെ പിൻപിൽ മറിഞ്ഞെടുക്കുന്ന അർത്ഥം ഇതാ: ഈ കഴിഞ്ഞ 165 ദിവസം ഒരു കേടും കൂടാതെ നീ എന്നെ നടത്തി. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഡിവോഴ്സ് പെരുകുന്ന ഒരു സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ആമേൻ ആ കുഞ്ഞുങ്ങൾ താല്പര്യമെടുക്കുക. എൻ്റെ പേരൻസിൻ്റെ അവരുടെ വെഡിങ് ആനിവേഴ്സറി, അവർക്ക് വേണ്ടി ഒരു സമ്മാനം അയക്കുന്നു, അവരുടെ പടം പേപ്പറിൽ കൊടുക്കുന്നു, അവരുടെ ദൈവദാസനോട് പറയുന്നു, ചെറിയൊരു പ്രാർത്ഥന വെച്ച് 10 ഭക്ഷണം കൊടുക്കുന്നു. ഇത് വേണ്ടെന്ന് ആർക്ക് പറയാൻ കഴിയും? ഇത് ആരാണ് ഇത് ആഘോഷിക്കേണ്ടേ? ദൈവമില്ലാത്തവരാണോ? ഇത് നന്ദിയുടെ ഭാഗമാണ്. നിങ്ങൾ നാളുകളും ആണ്ടുകളും ആഘോഷിക്കുന്ന എന്താണ് പൗലോസ് പറഞ്ഞത്? ഈ കൃപായുഗത്തിൽ വന്നിട്ടും ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും വീണ്ടും അന്യദൈവങ്ങളുടെ ഇതിലേക്ക് വ്യവസ്ഥ തെറ്റിച്ച് വ്യഭിചാരങ്ങളിലേക്ക്, പരസംഗങ്ങളിലേക്ക്, വീണ്ടും ന്യായപ്രമാണത്തിന് കീഴിലേക്ക് പോകുന്ന ജനങ്ങൾ ആ പഴയ ആചാരങ്ങൾ അവർ പിന്തുടരുമ്പോഴാണ് അവരോടാ പറയുന്നത്, നിങ്ങൾ വീണ്ടും ആണ്ടും കാലങ്ങളും നിങ്ങൾ ആഘോഷിക്കുന്നു. നിങ്ങൾ ബർത്ത്ഡേ വന്ന് നിങ്ങൾ പെട്ടെന്നൊരു വലിയ ഭയങ്കര മൈക്ക് സെറ്റ് പൊളിച്ച് നിങ്ങൾ വലിയ ഡാൻസും മേളം, ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ന്യായമായ സന്തോഷം, പ്രാർത്ഥന, അതിനകത്തൊരു ആരാധന ഉണ്ടെങ്കിൽ നല്ലതാണ്. ശരി പറയും, ഒന്നുമില്ല, ആഘോഷങ്ങളൊന്നുമില്ല, ഞാനും എൻ്റെ ദൈവം. അത് നിങ്ങൾ ദൈവമായിട്ട് തീർത്തു. എനിക്കൊന്നുമില്ല. ചിലർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ദൈവമക്കൾക്ക് എന്നാ ബർത്ത്ഡേ, എന്നാ വെഡിങ് ആനിവേഴ്സറി. ദൈവമക്കൾക്ക് അത് ചെയ്യേണ്ടത് ഒറ്റ അടിസ്ഥാനമുള്ളൂ, പ്രാർത്ഥന, നന്ദി. ഞാനതിന് വേറെ ഒന്നും അതിന് പറയുന്നില്ല. അതിനെനിക്ക് പറയാനുള്ള ദൈവത്തോടുള്ള സ്നേഹം, നീ നടത്തിയ വിധങ്ങൾ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് താങ്ക്സ് ഗിവിങ്. ആർക്കാ താങ്ക്സ് ഗിവിങ് പറഞ്ഞ്? ഈ ശരീരം തന്നവന്, ഈ ജീവൻ തന്നവന്, ഈ ലോകത്തിൽ ജീവിപ്പാൻ അവസരം തന്നവന്, ആമേൻ, ശബ്ദം തന്നവന്. ദൈവം ചേരുന്ന അവസരങ്ങളെ അതായിട്ട് വിനിയോഗിക്കും.